ആർട്ടിക്കിൾ 370 റദ്ദാക്കുക വഴി കാശ്മീരിൽ സ്ഥിരമായ സമാധാനം ഉണ്ടാകുമെന്നാണ് മോദിയും കൂട്ടരും പറഞ്ഞിരുന്നത്. ഇപ്പോൾ നരേന്ദ്രമോദി വീണ്ടും അധികാരമേറ്റെടുത്തിട്ട് ഒരു മാസത്തോളം കഴിഞ്ഞതേയുള്ളൂ. ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ 8 ഭീകരാക്രമണങ്ങളാണ് രാജ്യത്ത് ഉണ്ടായിരിക്കുന്നത്. 2024 ജൂൺ 9 നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണത്തിനിടയിൽ രാജ്യം സമസ്ത മേഖലയിലും താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. അത് സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിലായാലും, തൊഴിലില്ലായ്മയുടെ കാര്യത്തിലായാലും, വിലക്കയറ്റത്തിന്റെ കാര്യത്തിലായാലും, പട്ടിണി മരണത്തിലായാലും, കാർഷിക മേഖലയിലായാലും, വിദ്യാർത്ഥികളുടെ മത്സര പരീക്ഷകളുടെ കാര്യത്തിലായാലും, മാധ്യമ സ്വാതന്ത്ര്യത്തിന്റെ കാര്യത്തിലായാലും എല്ലാം. മോദിയുടെ വിവേകമില്ലാത്ത ഭക്തന്മാരെല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് മോദി അധികാരത്തിൽ വന്നതിൽ പിന്നെ രാജ്യത്ത് ഒരു ഭീകരാക്രമണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ സത്യം മറിച്ചാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഉണ്ടായ ഭീകരാക്രമണങ്ങൾ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതലായിരിക്കും. ഇപ്പോൾ മൂന്നാം വട്ടവും മോദി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിഞ്ഞ് വെറും 1 മാസം കഴിഞ്ഞപ്പോഴേക്കും 8 വലിയ ഭീകരാക്രമണങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മോദി സത്യപ്രതിജ്ഞ ചെയ്ത ജൂൺ 9 റിയാസിയിൽ ഭീകരർ ഒരു ബസ് ആക്രമിക്കുകയും 10 യാത്രക്കാർ കൊല്ലപ്പെടുകയും ചെയ്തു. 2 ദിവസങ്ങൾക്ക് ശേഷം ജൂൺ 11 ദോഡയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു സ്പെഷ്യൽ ഫോഴ്സ് ഓഫീസർക്കും 5 ജവാന്മാർക്കും പരിക്കേറ്റു. അതേ ദിവസം തന്നെ കത്വയിലുണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു CRPF കോൺസ്റ്റബിളും 2 ഭീകരരും കൊല്ലപ്പെട്ടു. അതിന്റെ പിറ്റേ ദിവസം ജൂൺ 12 ദോഡയിൽ തന്നെ ഉണ്ടായ ഭീകരാക്രമണത്തിൽ ഒരു പോലീസുകാരന് പരിക്കേറ്റു. ജൂൺ 26 ദോഡയിലെ ഖണ്ടോഗിൽ വെച്ചുണ്ടായ ആക്രമണത്തിൽ 3 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. ജൂലൈ 6 ചിന്നിഗാം, കുൽഗാം എന്നിവിടങ്ങളിൽ ഉണ്ടായ ഏറ്റുമുട്ടലുകളിൽ 2 ജവാന്മാർ കൊല്ലപ്പെട്ടു. 2 ദിവസത്തിന് ശേഷം ജൂലൈ 8 കത്വയിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ 5 ജവാന്മാർ കൊല്ലപ്പെടുകയും 5 ജവാന്മാർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ജൂലൈ 9 ധോഡയിലെ ഗാന്ധി ബാഗ്വയിൽ ഭീകരരുമായി ഏറ്റുമുട്ടലുണ്ടായി. ജൂലൈ 15 ഒരു ആർമി ഓഫീസറും 3 ജവാന്മാരും ഉൾപ്പെടെ 4 പേർ ദോഡയിൽ ദാദ്രിഗോട്ടിൽ ഉണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലാണ് രാജ്യത്ത് ഭീകരാക്രമണം നടക്കുന്നത്. ഇതിനെതിരെ ശക്തമായി നടപടിയെടുക്കാൻ മോദി ഗവൺമെന്റിന് സാധിച്ചിട്ടില്ല. മോദിയാകട്ടെ ഈ ഭീകരാക്രമണങ്ങളെക്കുറിച്ച് ഒന്ന് പ്രതികരിക്കുക പോലും ചെയ്തിട്ടില്ല. രാജ്യം മെരിയുമ്പോൾ അദ്ദേഹം ഇറ്റലിയും റഷ്യയും കറങ്ങിയും കല്യാണത്തിൽ പങ്കെടുത്തും നിർവൃതി കൊള്ളുകയാണ്. ഇനി 2023 നടന്ന ഭീകരാക്രമണങ്ങൾ നോക്കാം. 2023 ഏപ്രിലിൽ ഇന്ത്യൻ ആർമിയുടെ രാഷ്ട്രീയ റൈഫിൾ ഫോഴ്സിൽപ്പെട്ട 5 ജവാന്മാർ ഒരു ട്രക്കിലേക്ക് കയറുന്നതിനിടയിൽ കൊല്ലപ്പെട്ടു. 2023 മെയ് 5 രജൌറിൽ തീവ്രവാദികൾ റിമോട്ട് കൺട്രോൾ വഴി IED ബോംബ് പൊട്ടിച്ചതിനെ തുടർന്ന് എലീറ്റ് പാരാ സ്പെഷ്യൽ ഫോഴ്സിൽപ്പെട്ട 5 ജവാന്മാർ കൊല്ലപ്പെട്ടു. 2023 ഓഗസ്റ്റിൽ ഹാലാനിലെ കുൽഗാം ഫോറസ്റ്റ് തീവ്രവാദി ആക്രമണത്തിൽ 3 ആർമി ഓഫീസേഴ്സ് കൊല്ലപ്പെട്ടു. 2023 സെപ്റ്റംബർ 13 കേണൽ മൻപ്രീത് സിംഗ്, മേജർ ആശിഷ് ധോൻചക്, കാശ്മീർ പോലീസിന്റെ DYSP ഹുമയൂൺ ഭട്ട് എന്നിവർ അനന്ത്നാഗ് ജില്ലയിലെ കോക്രനാഗ് ഏരിയയിൽ വെച്ച് ഭീകരരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. 2023 നവംബറിൽ 2 ക്യാപ്റ്റന്മാർ ഉൾപ്പെടെ 4 ഇന്ത്യൻ ആർമി ജവാന്മാർ രജൌറിയിൽ ഉണ്ടായ ഭീകരന്മാരും ആയിട്ടുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടു. അങ്ങനെ വളരെയേറെ ജവാന്മാർ, ഓഫീസേഴ്സ് റാങ്കിലുള്ള മേജർമാർ, ക്യാപ്റ്റൻ, എലീറ്റ് പാരാ കമാൻഡോസ് എന്നിങ്ങനെയുള്ള വളരെയേറെ പട്ടാളക്കാരാണ് ഈ കഴിഞ്ഞ 1 വർഷത്തിനിടെയുണ്ടായ ഭീകരാക്രമണങ്ങളിൽ കൊല ചെയ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഭരണത്തിലേറി 10 വർഷം കഴിയുമ്പോഴും ആർട്ടിക്കിൾ 370 റദ്ദാക്കിയിട്ടും നിരന്തരമായി ഇങ്ങനെ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുന്നത്? പലപ്പോഴും മോദി മീഡിയകൾ ഇങ്ങനെയുള്ള ആക്രമണങ്ങളെക്കുറിച്ച് കാര്യമായ ചർച്ച നടത്തുകയോ പ്രൈം ടൈം ഷോ ചെയ്യുകയോ ചെയ്യാറില്ലാത്തതിനാൽ സാധാരണ ജനങ്ങൾ ഇതേക്കുറിച്ച് ഒന്നും അറിയാറില്ല. അങ്ങനെ പലരുടെയും വിചാരം ഭീകരാക്രമണങ്ങൾ ഇല്ലാതായി എന്നാണ്. പക്ഷേ സത്യം നേരെ മറിച്ചു.